ഞാൻ ഉടമ്പടി എടുത്തത് 2025 സെപ്റ്റംബർ 20 ആയിരുന്നു. ഞാൻ പ്രധാനമായിട്ട് ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ പരീക്ഷാ വിജയത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ MSWനായിരുന്നു പഠിച്ചിരുന്നത്. MSWയിൽ ഒരു വിഷയം 2 തവണ എഴുതിയിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു. 1 മാർക്കിനായിരുന്നു ഞാൻ 2 പ്രാവശ്യം വെച്ച് എഴുതിയിട്ടും പോയിക്കൊണ്ടിരുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതും 1 മാർക്കിനൊക്കെ പോകാമെന്ന് പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് തളർത്തിയിരുന്നു. ഞാൻ എൻ്റെ ആൻറ്റി വഴിയാണ് കൃപാസനത്തെപ്പറ്റി ഞാൻ അറിഞ്ഞത്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു, അച്ഛനെ കണ്ടു. എക്സാം നവംബർ 6 ആയിരുന്നു. 6 മുന്നേ 2 ദിവസം മുന്നേ ആയിട്ട് ഞാൻ അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും സൈത്ത് പൂശുകയും കാശ് രൂപം കയ്യിൽ വെച്ച് തരികയും ചെയ്തു. ഞാൻ ആ കാശ് രൂപമായിട്ട് നവംബർ 6 എക്സാമിന് പോയി. എക്സാമിന് ഒരു 15 മിനിറ്റിന് മുന്നേ ആയിട്ട് ഞാൻ അച്ഛന് ഒരു ടോക്ക് ഉണ്ടായിരുന്നു. പരീക്ഷ റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോക്ക് ഞാൻ വാട്സപ്പിൽ സേവ് ചെയ്ത് വെച്ചിരുന്നു. ആ എക്സാമിന് കയറുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ആ ടോക്ക് കേട്ടുകൊണ്ടാണ് പരീക്ഷാ ഹാളിൽ കയറിയത്. എന്തെന്ന് പറയട്ടെ, ഇതിന് മുന്നുള്ള പരീക്ഷകളിൽ എനിക്ക് ഭയങ്കര ടെൻഷനും വിഷമമൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പരീക്ഷയിൽ എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും ഒരു ടെൻഷനും ഇല്ലാതെ കൂളായിട്ട് ഞാൻ പരീക്ഷ എഴുതി. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കാശ് രൂപം കൈ പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണവും ഒപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വൈകിട്ടത്തെ സന്ധ്യാപ്രാർത്ഥനയിലിരുന്നപ്പോൾ പച്ചത്തിരിയിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മാതാവ് എനിക്ക് മഴവിലിൻ്റെ സാന്നിധ്യം കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഞാൻ പരീക്ഷ പാസ്സാകും, എൻ്റെ റിസൾട്ട് വരാറായെന്ന്. ആ 2 ദിവസത്തിന് ശേഷമാണ് എൻ്റെ പരീക്ഷ റിസൾട്ട് വന്നു. ഞാൻ പാസ്സാവുകയും ചെയ്തു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ മാതാവ് എനിക്ക് 36 മാർക്ക് തന്നെ എന്നെ അനുഗ്രഹിച്ചു. മാതാവിനോട് ഞാൻ ഒറ്റ കാര്യമേ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ, വേറെ ആരും എൻ്റെ പേപ്പർ നോക്കണ്ട, മാതാവ് മാത്രം എൻ്റെ പേപ്പർ നോക്കി എന്നെ വിജയിപ്പിച്ചാൽ മതിയെന്ന്. ഈ വിജയം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു.